നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലുള്ള പെരിങ്ങോട്ടുകരയിലാണ്. പെരിങ്ങോട്ടുകരയിലെ വിഷ്ണുമായ ക്ഷേത്രം അഥവാ കാനാടിക്കാവ് കുട്ടിച്ചാത്തൻ ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള വിഷ്ണുമായ ക്ഷേത്രമാണ്. ഏതാണ്ട് 400 വർഷത്തോളം പഴക്കമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വീഡിയോകളിലൂടെ ഞാൻ ഈ ഒരു ക്ഷേത്രത്തിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പം ഒന്ന് വന്ന് തൊഴാനുള്ള ഭാഗ്യം ലഭിച്ചു. ഞാൻ ഉള്ളിൽ പോയി തൊഴുതു. നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മുടെ ഈ ചാനലിലെ കുറച്ച് മുതിർന്ന പ്രേക്ഷകർ പറഞ്ഞായിരുന്നേ, ഈയിടെയായിട്ട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒന്നും കാണാനില്ലല്ലോ. ശരിയാണെന്ന് എനിക്കും തോന്നി. കാരണം ചാനലിൻ്റെ തുടക്കകാലത്ത് കൂടുതലും ടെമ്പിൾ വീഡിയോസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ ടെമ്പിൾ സ്റ്റാർ എന്നും ഒരു പേരുണ്ട്. അപ്പോൾ ഒരു കൊച്ചു വീഡിയോ ആവാമെന്ന് വിചാരിച്ചു. ശ്രീ വിഷ്ണുമായയും 390ഓളം കുട്ടിച്ചാത്തന്മാരുമാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. രാവിലെ 5 മണി മുതൽ വൈകിട്ട് 9 മണി വരെ ഇവിടെ ദർശന സമയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉച്ച സമയത്ത് എത്തിയാലും ദർശനം ലഭിക്കാൻ വൈകുന്നേരം വരെ കാത്തു നിൽക്കേണ്ട അവസ്ഥയൊന്നുമില്ല. മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും തെലുങ്കിലും കന്നഡയിലും തമിഴിലും അങ്ങനെ എല്ലാ ഭാഷയിലും ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റും സ്വർണ്ണ ലേപനം നടത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്രം കാണുമ്പോൾ അങ്ങ് ആന്ധ്രാപ്രദേശിലേക്ക് ചില ക്ഷേത്രങ്ങളെയാണ് ഓർമ്മ വരുന്നത്. അതുപോലെ ഈ അടുത്ത് ഞാൻ വെല്ലൂരിലെ ഗോൾഡൻ ടെമ്പിളിൽ പോയായിരുന്നു. അതും ഓർമ്മ വന്നു. ക്ഷേത്രത്തിനോട് തൊട്ടടുത്ത് തന്നെ ഒരു തറവാട് വീടും കാണാൻ സാധിക്കുന്നുണ്ട്. ബ്രഹ്മശ്രീ വിഷ്ണു ഭാരതീയ സ്വാമിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യ കാർമ്മികനും മഠാധിപതിയും. അദ്ദേഹം വസിക്കുന്ന തറവാട് വീടാണത്. ഇവിടെ പറമ്പിൽ ഒരു ആനയെ കെട്ടിയിട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്ത് അധികം വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന ആ ക്ഷേത്രം ഇവിടുന്ന് ഇനിയും 1 കിലോമീറ്റർ മുന്നോട്ട് പോകണം. അവിടെ എത്തിയപ്പോഴും ഒരു ആനയെ കണ്ടു കേട്ടോ. നേരത്തെ പറമ്പിൽ കണ്ട ആനയെ പോലെ തന്നെ ഇതും ചെവിയാട്ടുകയും ചെറിയ ശബ്ദം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ജീവനുള്ള ആനയല്ല, ഇത് മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആനയാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ വളരെ ഒരു പോസിറ്റീവ് ഫീലാണ് എനിക്ക് ലഭിച്ചത്. ശിവപാർവതി സന്താനമാണ് ശ്രീ വിഷ്ണുമായ. എന്നും ഉച്ചയ്ക്ക് 12 മണിക്ക് അരുൾവാക്ക് പൂജ നടക്കുന്നുണ്ട്. ആ സമയത്ത് ക്ഷേത്രത്തിനകത്ത് ക്യാമറ യൂസ് ചെയ്യുന്നത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തേക്കെത്തി. ക്ഷേത്രത്തിന് പുറത്ത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അതിലൊന്നാണിത്. വിവിധ തരത്തിലുള്ള വാദ്യോപകരണങ്ങളുമായിട്ടുള്ള ഗണേശൻ അഥവാ വിനായകനെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഭക്തന്മാരെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന പല വണ്ടികളുടെയും പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള രജിസ്ട്രേഷനാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ച്. അപ്പോൾ തൊട്ട് വരണം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇവിടെ ഈ തൃപ്രയാർ ഗുരുവായൂർ ഭാഗത്തേക്കൊക്കെ വന്നപ്പോൾ എന്തായാലും വന്നു. അപ്പോൾ നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് വെറും ഒരു 20 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. അതുപോലെ ഈ ഒരു ക്ഷേത്രത്തിന് മറ്റൊരു പേരെന്ന് പറയുന്നത് കലിയുഗ വരദ ക്ഷേത്രം എന്നും ഒരു പേരുണ്ട്. അപ്പോൾ തൃശ്ശൂരിലെ പെരിങ്ങോട്ടുകരയിലുള്ള ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ മാപ്പും മറ്റു ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ശ്രീ വിഷ്ണുമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട്, ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. അതുവരേക്കും ബൈ ഫ്രം അർജുൻ. ചിരി